കീർത്തി, എന്തു സർ? ഉഗ്രം പാട്ട് കീർത്തി. താങ്ക് യു സർ. വണ്ടർഫുൾ സോങ്. നല്ല സുഖമുള്ള നല്ല ഒരു കോമ്പസിഷൻ. അത് ഈസി അല്ല ഇത് പാട്ട് പാടി കൊണ്ടുപോകാൻ. ഇതിനകത്ത് ഈ റൊമാൻറ്റിക് ഒക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഈ മണിത്തൂവൽ കൂടുണ്ടോ എന്നുള്ള അതിനൊരു സുഖം വേണ്ടേ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. എൻ്റെ ആദ്യത്തെ ചോദ്യം. സുഖം വേണം സർ. എന്നാ പാടി കാണിക്കൂ. മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ. നൈസ് കൊള്ളാം. ഇപ്പൊ അതിനൊരു സുഖമുണ്ട് കേട്ടോ. ഓക്കെ സർ. അതുപോലെ നെഞ്ചിൽ മൗനം, അതൊന്ന് പാടാമോ? അടുത്ത ലൈൻ പേടിക്കണ്ട, തൊട്ടടുത്ത ലൈൻ തന്നെ. മൗനം പൂക്കും നെഞ്ചിൻ. അത് അതിലൊരു സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നുണ്ട് പാടുമ്പോ. എന്താണത്? വൈ? നൈസ്. അതുപോലെ എന്തിനേയും അല്ലാണ്ട് സ്ട്രെയിൻ തോന്നി. എന്താണ്? ഇപ്പം കൊള്ളാം. പക്ഷെ പാടിയപ്പോ വല്ലാണ്ട് ഞെക്കിപ്പിഴിഞ്ഞ്. അപ്പൊ അതൊക്കെ ഒരു സുഖമുള്ള ഏരിയ ആണ്. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പാട്ടുകാരിയാണ് കേട്ടോ. ഈ ഒരു സ്ട്രെയിൻ അല്ലാതെ നല്ല പാട്ട് നന്നായിട്ട് തന്നെ പാടി കീർത്തി കേട്ടോ. അതിൽ ഒരു ഡൗട്ടും ഇല്ല, നന്നായിട്ട് തന്നെ പാടി. ഇപ്പൊ ഒന്ന് റിലാക്സ്ഡ് ആയില്ലേ? വളരെ റിലാക്സ്ഡ് ആയിട്ട് ആ മഞ്ഞുമാസ പക്ഷി അതിന്റെ ഫീലോടുകൂടി മനസ്സിൽ ആരെയാണ് സ്നേഹം എന്നൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് അത് അങ്ങനെയൊക്കെ വേണം. കണ്ടോ ആ മുഖം മാറിയത് കണ്ടോ? കീർത്തി ഇപ്പൊ ഭയങ്കര സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി അനൂപിന്റെ ആ വിലയേറിയ 2 കോടുകളും കൂടെ വരുമ്പോ ഇപ്പൊ നോക്കിയോ കണ്ടോ കൊറ. വളരെ ഈസി ആയിട്ട്, വളരെ ഈസി. മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ. മൗനം പൂക്കും നെഞ്ചിൻ മൂളം തണ്ടിൽ പാട്ടുണ്ടോ. ഇന്ദിനി ചുണ്ടിലെ ചിമ്പനീർ മലർച്ചെണ്ടുകൾ വാടുന്നു. ഇന്നു നീ മാമരച്ചായയിൽ മഴപ്പൂക്കളായി പെയ്യുന്നു. മഞ്ഞുമാസപ്പക്ഷി മണിത്തൂവൽ കൂടുണ്ടോ. മതി. ഇങ്ങനെ വളരെ ഫീലോടുകൂടി അടുത്ത പാട്ട് പാടാൻ വരുമ്പോഴത്തേക്ക് ടെൻഷനൊന്നുമില്ല. ഇന്ന് ശബ്ദത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു കരകരപ്പുള്ള പോലെ തോന്നുന്നു എനിക്ക്. ഉണ്ടോ? വളരെ റിലാക്സ്ഡ് ആവോ ഇനി പാടുമ്പോഴത്തേക്ക്. ബാക്കി കാര്യങ്ങളൊക്കെ ഇവര് പറഞ്ഞു. സോ ബി സീരിയസ്. വേറൊന്നുമല്ല, ഇത് എത്ര ലക്ഷം എത്ര കോടി ആൾക്കാർ കാണുന്നതാണ്. നമുക്ക് വൺസ് പാടിക്കഴിഞ്ഞാൽ ഇത് റെക്കോർഡായി. പിന്നെ അമൃതയുടെ ആർച്ചീവ്സിൽ ഇത് കാണും. നിങ്ങൾ കല്യാണം കഴിച്ച് കൊച്ചുങ്ങളാകുമ്പോ അമ്മമ്മ നിന്ന് പാടുന്ന നോക്കെന്ന് പറഞ്ഞ് അമൃത എടുത്തിടും. അതായത് കാലങ്ങൾ കഴിയും തോറും ഇവിടെ ഈ സാധനം ഇവിടെ ഡിജിറ്റലി കിടക്കും. അപ്പൊ സൂക്ഷിച്ചോ. ഓക്കെ, ഇതൊരു തെളിവാണ്. നമുക്ക് ഒരു സ്ഥലത്ത് തെറ്റിക്കഴിഞ്ഞാൽ അതൊരു തെളിവായിട്ട് കിടക്കും എന്നും. എന്ന് പറഞ്ഞ് പേടിക്കരുത്. നമ്മൾ വാശിയോട് കൂടി പാടണം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, ഗുഡ് ലക്ക്. താങ്ക് യു സർ.